നമ്മളെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് 10 രൂപക്കുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ? ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ആ ഒരു 10 രൂപക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തിരുന്ന ടൈമുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നൊക്കെ ആണെങ്കിൽ 2 രൂപക്ക് പൊറാട്ട ഇടുന്ന സമയം നമ്മൾ പഠിക്കുന്ന സമയത്ത് 2.5 രൂപയാണ് പൊറാട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്നാലും നമ്മളെ കയ്യിൽ ഏകദേശം ഒരു 3 രൂപ 4 രൂപ സ്കൂൾ വിട്ട് പോകുമ്പോൾ നമ്മളെ കയ്യിൽ ബാലൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് 50 രൂപ തരാം. ആ 50 രൂപ എന്ന് കഴിഞ്ഞാലും നമ്മളെ കയ്യിൽ ബാലൻസ് പൈസ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജോലിക്ക് എത്തുമ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഫെലോഷിപ്പിൻ്റെ എമൗണ്ട് കിട്ടുന്നത് 20,000 രൂപയാണ് ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത്. അന്ന് എൻ്റെ കയ്യിൽ 18,000 രൂപ ബാലൻസ് ആയിരുന്നു. അതെങ്ങനെ കാരണം അറിയോ? അതായത് റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ, അതായത് സാലറി അല്ലാതെ നമ്മൾ അല്ലറ ചില്ലറ ട്രാവൽ പരിപാടിയൊക്കെ ആ സമയത്ത് ഉണ്ടായതുകൊണ്ട് കുറച്ച് പൈസക്കാട് അധികമൊന്നുമില്ല, മാക്സിമം 2,000-3,000 ഒക്കെ നമ്മളെ കയ്യിൽ അവിടെ ഉണ്ടാവും. എന്നാലും 18,000 രൂപ ആദ്യത്തെ 3-4 മാസങ്ങളിൽ ഞാൻ ഏൺ ചെയ്ത് വെച്ചിരുന്നു. അതായത് നമ്മളെ റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ടുകൾ കുറച്ച് കൂടിയ സമയത്ത് ഇപ്പം നമുക്കൊരു 10 ലക്ഷം രൂപ കിട്ടി തുടങ്ങുക എന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സാധനങ്ങളും അതിൻ്റെ മേലായിരിക്കും. അതായത് മനുഷ്യന്മാരുടെ ഒരു സാധനം ഉണ്ടല്ലോ, ഉള്ളതുകൊണ്ട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയും. പക്ഷെ നമ്മളെ ആഗ്രഹങ്ങൾ ഒരിക്കലും അതിൽ നിൽക്കണില്ല. അപ്പോൾ 10 രൂപയാണെങ്കിൽ 10 രൂപേൻ്റെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവാം. അതായത് മനുഷ്യന്മാരുണ്ടല്ലോ ഭയങ്കര ഗ്രീഡാണ് ആൾക്കാർക്ക്. അതായത് കൈൻഡ് ഓഫ് ഹെൽത്തി ഗ്രീഡും ഉണ്ട്, അൺഹെൽത്തി ഗ്രീഡും ഉണ്ട്. ഹെൽത്തി ഗ്രീഡ് എപ്പോഴും നമുക്ക് നല്ല, അതായത് നമ്മളെ ബിസിനസ് ആണെങ്കിലും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഹെൽത്തി ഗ്രീഡ് നമ്മളെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. അൺഹെൽത്തി ഗ്രീഡ് ഭയങ്കര ബോറായിട്ടുള്ളൊരു സാധനമാണ്. കാരണം അത് വെറുതെ ദൂരത്തിലേക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കുറേ പരിപാടികളിലേക്ക് എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ മാൽ പ്രാക്ടീസസിലേക്ക് നമ്മളെ നയിക്കും അല്ലേ?